ദൈവത്തിന് സ്വതന്ത്രം. ഇസ്രായേൽ യഹോവയുടെ പുരോഹിതർ. അബ്രഹാമ്യ ഉടമ്പടിയിൽ അബ്രഹാമിൻ്റെ സന്ധിയിലൂടെയാണ് ലോകത്തിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ന്യായപ്രമാണ യുഗത്തിൽ നിത്യമായ അഹരോന്യ പുരോഹിതത്തിലൂടെ ഇസ്രായേൽ ഒരു പുരോഹിത രാജ്യം ആയിത്തീരുന്നു. വിജാതീയ പ്രവാചകന്മാരോ പുരോഹിതന്മാരോ ഇല്ല. റോമർ 3:1-2. ഇസ്രായേൽ പരിവർത്തനം നടത്തിയ വിജാതീയർ, അന്യന്മാർ 2 ദിനവൃത്താന്തം 2:17 ആയിരുന്നു. മഹാപുരോഹിത സ്ഥാനം ഫിനെഹാസിൻ്റെ പുത്രന്മാർക്ക് പാരമ്പര്യഗതമായിരുന്നു. ഏലിയുടെ കാലത്ത് ഇഥാമിയത്തിൻ്റെ സന്താനങ്ങൾ ആ സ്ഥാനം വഹിച്ചിരുന്നെങ്കിലും ദാവീദ് സദോക്കിനെ മഹാപുരോഹിതനായി നിയമിച്ചപ്പോൾ അതിൻ്റെ പുനഃസ്ഥാനം നടത്തുകയായിരുന്നു. സഹസ്രവത രാജ്യത്തിൽ സോതോമിൻ്റെ സന്താനങ്ങൾ ദൈവാലയത്തിൽ പുരോഹിതനായിരിക്കും. മുടിരാക്ഷ്യവും യഹോവയുടെ പുരോഹിതന്മാർ എന്നും ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ എന്നും വിളിക്കപ്പെടും. യെശയ്യാവ് 61:6, യെശയ്യാവ് 66:9, യെശയ്യാവ് 2:1-4 എന്നീ വേദഭാഗങ്ങൾ കൂടി കാണുക. നിത്യ പുരോഹിത ഉടമ്പടി. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അഹരോൻ്റെ പുത്രന്മാർ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെ അഭിഷേകം ചെയ്യണം. അവർക്ക് തലമുറയോളം നിത്യപുരോഹിതം ഉണ്ടായിരിക്കണം. പുറപ്പാട് 40:15. ആകയാൽ ഇത് ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി നിഷ്ഠയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവന് അവൻ്റെ സന്തതിക്കും നിത്യപുരോഹിതത്തിൻ്റെ നിയമം ആകുന്നു. സംഖ്യാപുസ്തകം 25:17-13 വരെ. സങ്കീർത്തനം 106:30 31. ദൈവം നമ്മോടുണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.